സങ്കീർത്തന പുസ്തകം 127 അധ്യായം 1 തിരുവചനം പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവാണ് ഭവനം പണിയുന്നത്, അല്ലാതെ പണിക്കാരും തൊഴിലാളികളും കൂലിപ്പണിക്കാരും അല്ല. അവർ വീട് പണിയും, പക്ഷേ ഭവനം പണിയാനായിട്ട് പറ്റില്ല. നമുക്കൊക്കെ നല്ല പൈസ ഉണ്ടെങ്കിൽ, പണം ഉണ്ടെങ്കിൽ, ധാരാളം സ്വത്തുണ്ടെങ്കിൽ നല്ലൊരു വീട് പണിയാം, മണിമാളിക പണിയാം, കെട്ടിടം പണിയാം. പക്ഷേ ഭവനമാകണമെങ്കിൽ അവിടെ കർത്താവ് വേണം. എൻ്റെ വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിലിൻ്റെ ചുമരിൽ അല്ലെങ്കിൽ ആ വാതിൽക്കൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളൊരു വാചകമുണ്ട്: യേശു ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ, അഥവാ യേശു ക്രിസ്തു ഈ വീടിൻ്റെ രക്ഷകൻ. പുതിയ വീടുകളിൽ അത് കാണാനില്ല. കാരണം ആ രക്ഷയേക്കാൾ വലിയ മറ്റൊരു രക്ഷ എവിടെയോ കിട്ടിയ പോലെയാണ് പുതിയ വീടുകളിൽ. പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത് യേശു ക്രിസ്തു ആയിരിക്കണം നമ്മുടെ വീടിൻ്റെ യഥാർത്ഥ രക്ഷകൻ. കാരണം കർത്താവല്ലാതെ മറ്റൊരു രക്ഷയില്ല, കർത്താവല്ലാതെ മറ്റൊരു ശക്തിയില്ല, കർത്താവല്ലാതെ മറ്റൊരു അടിസ്ഥാന ശിലയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുണ്ണി മാഷിൻ്റെ മനോഹരമായൊരു കവിതയുണ്ട് കേട്ടോ. ഊരുണ്ടെങ്കിൽ പേരുണ്ട്, പേരുണ്ടെങ്കിൽ വേരുണ്ട്. ഇന്ന് കത്തോലിക്ക തിരുസഭയുടെ അഥവാ ക്രിസ്തു മതത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു പേരുണ്ട്. ആ പേരിന് ഒരു വേരുണ്ട്. ആ വേരെന്താണെന്നറിയോ? യേശു ക്രിസ്തു, യേശു ക്രിസ്തു. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ ഈ പ്രകാരം പ്രഖ്യാപിച്ചത്: കർത്താവാം യേശുവിൽ വിശ്വസിച്ചിടുകിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ടാണ് നീ നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ നിന്റെ കുടുംബത്തിൽ രക്ഷയുണ്ടാകും എന്നാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾക്കറിയോ പീസാ ഗോപുരത്തെക്കുറിച്ച്? ഇറ്റലിയിലെ പീസാ ഗോപുരത്തിന് ഇപ്പോൾ തന്നെ 4.5 മീറ്റർ ചെരിവുണ്ടത്രേ. പ്രതിവർഷം 1.4 മില്ലിമീറ്റർ ചെരിയുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് എന്താണെന്നറിയോ? അത് ചെരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ അടിസ്ഥാനം ശരിയായില്ല. ലൂക്ക് എഴുതിയ സുവിശേഷം 6 അധ്യായം 48 തിരുവചനത്തിൽ യേശു ക്രിസ്തു വീട് പണിയുന്നതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? മണലിൽ പണിത വീട് അത് ക്ഷയിച്ചുപോയി, നശിച്ചുപോയി, ഇല്ലാതെയായി. എന്നാൽ പാറമേൽ പണിത വീട് ഉറച്ച ശില പോലെ നിലകൊള്ളുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? യഥാർത്ഥ അടിയുറച്ച ശിലയിലാണ് നിങ്ങളുടെ വീട് പണിയപ്പെടുന്നതെങ്കിൽ ആ വീട് എന്നെന്നും നിലകൊള്ളും. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം ആരംഭിക്കുന്നത് വിവാഹത്തിലൂടെയാണെന്ന് നിങ്ങൾക്കറിയാം. സ്ത്രീയും പുരുഷനും മരണം വരെ വേർപിരിയാൻ പാടില്ലാത്ത ഔഭാഗ്യമായ ഒരു കുദാശയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിവാഹ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരസ്പരം ബഹുമാനവും സ്നേഹവുമാണ്. ഞാൻ സാധാരണഗതിയിൽ പറയും, വിവാഹം എന്നാൽ വിശിഷ്ടമായി വഹിക്കുന്നത് എന്താണോ അതാണ് വിവാഹം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശിഷ്ടമായത് അവൻ്റെ ഭാര്യ ആയിരിക്കണം. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വിശിഷ്ടമായത് അവളുടെ ഭർത്താവായിരിക്കണം. അല്ലാതെ മറ്റ് അവശിഷ്ടങ്ങളല്ല, പണമല്ല, സ്വാധീനങ്ങളല്ല, ആർഭാടങ്ങളല്ല, പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങളൊന്നുമല്ല. അവളുടെ ജീവിതത്തിലെ, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശിഷ്ടമായത് അവളുടെ ഭർത്താവായിരിക്കണം, അവൻ്റെ ഭാര്യയായിരിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരസ്പര ബഹുമാനവും സ്നേഹവും ഉണ്ടെങ്കിലുണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. അവർക്കുണ്ടാകുന്ന മക്കളും പുണ്യ മക്കളായിട്ട് വളർന്നു വരികയും ചെയ്യും. മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു കല്യാണക്കുറി കിട്ടി. കല്യാണക്കുറിയിൽ ആദ്യത്തെ ഹെഡിങ് ഈ പ്രകാരമായിരുന്നു: വെഡ്ഡിങ്. പക്ഷേ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിലൊരു ചെറിയ തെറ്റ്. നമുക്കറിയാം വെഡ്ഡിങ് എന്നതിൻ്റെ സ്പെല്ലിംഗ് WEDDING. പക്ഷേ അതിലെ ആദ്യത്തെ ഡിക്ക് പകരം L ആയിപ്പോയി. അതായത് വെഡ്ഡിങ് എന്നതിന് പകരം വെൽഡിങ് ആയിപ്പോയി. അതായത് വെഡ്ഡിങ്ങിൻ്റെ സ്ഥാനത്ത് വെൽഡിങ് ആയിപ്പോയി.
സത്യത്തിൽ അത് നല്ലൊരു അർത്ഥമില്ലേ? അതായത് വെഡ്ഡിങ് ഈസ് എ വെൽഡിങ്. ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ബന്ധിപ്പിക്കലാണ്, ഒരു കൂട്ടായ്മയാണ്. ഒരു സ്നേഹം എന്നതിന് ഗൂഗിൾ നൽകുന്ന വലിയൊരു അർത്ഥമുണ്ട്, ടൈ, അതായത് കൂട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂട്ടിക്കെട്ടലാണ് വാസ്തവത്തിൽ വിവാഹം എന്ന് പറയുന്നത്. പണ്ട് കെട്ട് നടത്താൻ പോയി, കെട്ടിന് പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവരെ കൂട്ടിക്കെട്ടിയിരിക്കുന്നു, അത്രമാത്രം ഒരു അടുപ്പത്തിലാണ്. അതാണ് വിവാഹം എന്ന് പറയുന്നത്, അതാണ് വിവാഹം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ഒരു ബന്ധമാണ്, ഒരു സ്നേഹമാണ്, ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വിവാഹത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി ആ വിവാഹ ജീവിതത്തിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന മക്കളാണ്. ഈ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ശ്ലോകം നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക. യഥാ രാജ തഥാ പ്രജ, യഥാ പിത തഥാ പുത്ര, യഥാ മാതാ തഥാ പുത്രി, യഥാ ഗുരു തഥാ ശിഷ്യ. അതായത് ഒരു രാജാവ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പ്രജകളും, അതുപോലെ തന്നെ എങ്ങനെയാണോ അപ്പൻ അതുപോലെ തന്നെയാണ് പുത്രൻ, എങ്ങനെയാണോ അമ്മ അതുപോലെ തന്നെയായിരിക്കും പുത്രി. അതുകൊണ്ട് അപ്പന് നല്ല സ്വഭാവം ഇല്ലെങ്കിൽ മക്കളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അമ്മ പരദൂഷണം പറയുന്ന ഒരു അമ്മയാണെങ്കിൽ മകളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? എങ്ങനെയാണോ അവരുടെ സ്വഭാവം അതുപോലെ തന്നെ ആയിരിക്കും മക്കളിലും കാണുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ഉപദേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാ കുടുംബജീവിതമായി മക്കളായി ഇനി നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ജീവിക്കാൻ ഓക്സിജൻ വേണം എന്നതുപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയാകണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ജീവൻ, ഓക്സിജൻ എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയായതുകൊണ്ട് കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ മറക്കരുത് കേട്ടോ. ഇന്ന് പല വീടുകളിലും ചൊല്ലുന്നുണ്ട്, വ്യക്തതയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഒരു പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാം. പ്രേ എന്ന ഇംഗ്ലീഷ് വാക്കിൽ അതുണ്ട്. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് പി എന്നുള്ളതാണ്. പി എന്ന് പറഞ്ഞാൽ പ്രേസ്. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യം, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞല്ല തുടങ്ങേണ്ടത്, മറിച്ച് ദൈവത്തെ സ്തുതിക്കണം. രണ്ടാമത്തെ കാര്യം ആർ എന്നതിൻ്റെ അർത്ഥം റിപ്പന്റ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപങ്ങളെക്കുറിച്ചും നിങ്ങൾ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചും കർത്താവിൻ്റെ മുമ്പിൽ മാപ്പിരക്കണം. കർത്താവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ആ ലെറ്റർ സൂചിപ്പിക്കുന്ന എ എന്നുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം അപ്ലൈ. ആദ്യം ദൈവത്തെ സ്തുതിക്കണം, പ്രൈസ്. രണ്ടാമത്തെ കാര്യം പശ്ചാത്താപം ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം അപ്ലൈ, അഥവാ നിങ്ങളുടെ അപേക്ഷകൾ കർത്താവിന് സമർപ്പിക്കണം. നാലാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അത് യുവർ സെൽഫ്, അതായത് നിങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിക്കണം. ചിലപ്പോൾ ദൈവത്തെ സ്തുതിക്കാം, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയാം, അവസാനം നിങ്ങളുടെ സകലവിധ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കെട്ടഴിച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, അതനുസരിച്ച് മാത്രമേ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരാറുള്ളൂ. കാരണം നമ്മൾ ചോദിക്കുന്നത് എന്തും തരുന്ന ദൈവമല്ല നമ്മുടേത്. നിന്റെ ആവശ്യമനുസരിച്ച് തരുന്നവനാണ് നല്ല ദൈവം. നിന്റെ രക്ഷ ആഗ്രഹിക്കുന്ന നല്ല ദൈവമാണെങ്കിൽ നീ ആവശ്യമായത് നിനക്ക് തരുള്ളൂ, നിനക്ക് അത്യാവശ്യമായത് ദൈവം തരുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ പഴിക്കേണ്ടതില്ല. നിന്റെ നന്മ ആഗ്രഹിക്കുന്ന ദൈവം നിനക്ക് ആവശ്യമായതാണ് തരുന്നത്. അതുകൊണ്ടാണ് അവസാനത്തെ അക്ഷരം വൈ എന്നുള്ളത് എന്താണെന്നറിയോ? യുവർ സെൽഫ്. നിന്നെ തന്നെ സമർപ്പിക്കണം, നിന്നെ തന്നെ സമർപ്പിക്കണം. അവസാനം പറയണം, എൻ്റെ കർത്താവേ, ഞാൻ ഇത്രമാത്രം പ്രാർത്ഥന സമർപ്പിച്ചു, പക്ഷേ ഇനിയുള്ളത് നിൻ്റെ തിരുഹിതത്തിന് ഞാൻ വിട്ടുതരുന്നു, നീ എന്നെ ഉപയോഗിച്ചു കൊള്ളുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിവിധങ്ങളായ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇത്ര നേരം സൂചിപ്പിച്ചത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. തമ്പുരാൻ കർത്താവിന് കുടുംബത്തെ ഇഷ്ടമായിരുന്നു.
യേശു ക്രിസ്തു ജനിച്ചത് തന്നെ ഒരു കുടുംബത്തിലാ, നസ്രത്തിലെ ഒരു കുടുംബത്തിലാ. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം ഈ കാര്യം സൂചിപ്പിക്കുന്നു. മറിയത്തിൻ്റെ കുടുംബത്തിൽ യേശു ക്രിസ്തു ജനിക്കുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തു വളർന്നു കഴിഞ്ഞപ്പോൾ പല കുടുംബങ്ങളിലും യേശു ക്രിസ്തു സന്ദർശിക്കുന്നു. ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ അമ്മായിമ്മയെ സന്ദർശിക്കുന്ന തമ്പുരാൻ കർത്താവിനെ കാണുന്നു. ലൂക്ക എഴുതിയ സുവിശേഷം 19-ാം അധ്യായം സക്കേവൂസിൻ്റെ വീട് സന്ദർശിക്കുന്ന കർത്താവിനെ കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ കുടുംബത്തെ സന്ദർശിക്കുന്ന കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടുന്നു. കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാനാണ് നമുക്കുള്ളത്. കർത്താവിന് പക്ഷഭേദമില്ല. അവൻ വലിയവനെന്നോ ചെറിയവനെന്നോ വലിയ കുടുംബത്തിൽപ്പെട്ടവനെന്നോ ചെറിയ കുടുംബത്തിൽപ്പെട്ടവനെന്നോ വ്യത്യാസങ്ങളില്ല. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം മുതലേ തന്നെ നമ്മളൊക്കെ കാണുന്നതാണ്. ആദത്തിൻ്റെ ഹവ്വയുടെ കുടുംബത്തെക്കുറിച്ച്, അതുപോലെ തന്നെ കായലിൻ്റെ ആബേലിൻ്റെ കുടുംബത്തെക്കുറിച്ച്, നോഹയുടെ കുടുംബത്തെക്കുറിച്ച്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കുടുംബത്തെക്കുറിച്ച് അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലുകളുണ്ടായി. ഒരിക്കലൊരു സാധാരണക്കാരൻ എന്നോട് പറയുകയായി, പണ്ടൊക്കെ ദൈവം എന്ന് പറയുന്നത് അബ്രാഹത്തിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവമായിരുന്നു. ഇന്ന് പലപ്പോഴും ഇന്നത്തെ കുടുംബ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കുടുംബ സമ്മേളനങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇന്ന് ദൈവം എന്ന് പറയുന്നത് റോസമ്മയുടെ ദൈവം, മറിയാമ്മയുടെ ദൈവം. കാരണം ഇന്ന് കുടുംബ സമ്മേളനങ്ങൾ എടുത്തു നോക്കിയാൽ സ്ത്രീകളുടെ സാന്നിധ്യമാണ് കൂടുതൽ. പ്രാർത്ഥന ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ സ്ത്രീകളുടെ സാന്നിധ്യമാണ് കൂടുതൽ. പലപ്പോഴും പുരുഷന്മാരുടെ സാന്നിധ്യം കുറച്ച് കുറയാറുണ്ട്. അതുകൊണ്ട് തമാശ രൂപേണ അദ്ദേഹം സംസാരിച്ചതാണ്. കർത്താവിനെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മെ സ്നേഹിക്കും. ബൈബിളിലെ ഒരു വാചകം ഈ പ്രകാരമാണ്: ഇസ്രായേലിൻ്റെ പിതാവ് ദൈവമാണ്, ഇസ്രായേലിൻ്റെ രക്ഷകൻ ദൈവമാണ്, ഇസ്രായേൽ കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവമാണ്. കർത്താവിനെ ചേർത്ത് പിടിക്കുക. കർത്താവല്ലാതെ മറ്റൊരു ശക്തി നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, സ്നേഹസ്വരൂപനായ നല്ല ഈശോയെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സർവ മക്കൾക്കും ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകണമേ. ഈ കുടുംബങ്ങളുടെ മധ്യസ്ഥനായിട്ട് നീ മാറണമേ. അവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ. എല്ലാ കുടുംബങ്ങളുടെ കാവൽക്കാരനായിട്ട് നീ മാറണമേ. അവരുടെ സംരക്ഷണം നീ ഏറ്റെടുക്കണമേ. അവർക്ക് അല്ലൽ ഉണ്ടാകരുതേ. അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടാകരുതേ. അവരുടെ മനസ്സിൽ നീ കുടിയേറി പാർക്കണമേ. അങ്ങനെയെങ്കിൽ അവർക്കൊന്നും ഭയപ്പെടാനില്ല. നീ മാത്രം മതി അവർക്ക്.